എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നോക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വെസ്റ്റേൺ റെയിൽവേയിലേക്ക് വിളിക്കുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ നോട്ടിഫിക്കേഷനാണ്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. അത് ആദ്യം ശ്രദ്ധിക്കുക. സ്ഥിര ജോലിയല്ല. 1 വർഷത്തെ ട്രെയിനിങ്ങിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങളെ പിരിച്ചുവിടും. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കൊരു മുൻഗണന പ്രിഫറൻസ് കിട്ടും. അതാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടൈമിൽ സ്റ്റേഫൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് 21/2/2026 ഈ മാസം 21-ാം തീയതി ഫെബ്രുവരി 21 തൊട്ട് മാർച്ച് 23 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 23 ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് നോക്കാം. മിനിസ്ട്രി ഓഫ് റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ല് നടത്തുന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റും പരീക്ഷയൊന്നും വരുന്നില്ല. ഏജ് ലിമിറ്റ് കാണാം. 15 വയസ്സ് മുതൽ 24 വയസ്സിൻ്റെ ഇടയിൽ ജനിച്ച എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ അയക്കാം. 23/3/2026 അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കാം കേട്ടോ. 5 വർഷത്തെ ഇളവ് SC/ST കാൻഡിഡേറ്റ്സിനും 3 വർഷത്തെ ഇളവ് OBC-കാർക്കും കിട്ടുന്നുണ്ട്. 10 വർഷം വരെ PWBD കാറ്റഗറിക്കാർക്കും വരുന്നുണ്ട്. പിന്നെ എക്സ് സർവീസ്മാൻ അതിൻ്റേതായ ഇളവുകളും കിട്ടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഏജ് ഓഫ് ക്രൈറ്റീരിയ ഇവിടെ കാണാം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 24/3/2002 മുതൽ 23/3/2011 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാം. പിന്നെ SC/ST OBC PWD UR SC/ST OBC ഒക്കെ വരുന്നുണ്ട്. എക്സ് സർവീസ്മാനും ഓരോ കാറ്റഗറി വൈസ് ഏജ് ലിമിറ്റ് കാണാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുക. ഇതിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിമം 10th പാസ്സാണ് മെട്രിക്കുലേഷൻ. മിനിമം 50% അഗ്രിഗേറ്റ് മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും വേണം. IT സർട്ടിഫിക്കറ്റ് വേണം, NCVT സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഓരോ ട്രേഡുകൾ കാണാം. ഫിറ്റർ, വെൽഡർ, ടേണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രോണിക്സ് മെക്കാനിക്, വയർമാൻ, മെക്കാനിക്, റിഫ്രിജറേഷൻ ആൻഡ് AC, പൈപ്പ് ഫിറ്റർ, കാർപ്പൻ്റർ, പെയിൻറ്റർ ജനറൽ, ഡീസൽ മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവില്, സ്റ്റെനോഗ്രാഫർ, ഫോർഗർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, മെഷീനിസ്റ്റ്, ഗ്രൈൻഡർ. ഇത്രയും ട്രേഡുകൾ IT ട്രേഡുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് വരുന്നത്. SC/ST PWBD വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് വരുന്നില്ല. ബാക്കി വരുന്ന ജനറൽ OBC ബോയ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. സെലക്ഷൻ പ്രൊസീജിയറിൽ ഷോർട്ട് ലിസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമാണ് നടത്തുന്നത്. ഫിസിക്കലും പരീക്ഷയും വരുന്നില്ല. ഒരു അപ്രന്റീസ്ഷിപ്പ് ജോബ് താല്പര്യമുള്ള നോക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡേറ്റ് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ടോട്ടൽ വേക്കൻസി വന്നത് 5349 വേക്കൻസിയാണ് കേട്ടോ. 5349 ഇവിടെ കാണാം. അപ്പോൾ ഓരോ ട്രേഡ് വൈസും ഓരോ കാറ്റഗറി വൈസ് വേക്കൻസിയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ബൈ.